നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് വ്ളാഡിസ്ലോ സ്പിൽമാന്റെ ഇൻ ദ ആറ്റിക് എന്ന പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വാട്ട് വാസ് ദ ഓഫീസേഴ്സ് ആറ്റിറ്റ്യൂഡ് ടു സ്പിൽമാൻ? എന്തായിരുന്നു സ്പിൽമാനോടുള്ള ആ ഓഫീസറുടെ സമീപനം എന്നാണ് ചോദ്യം. ഉത്തരത്തിലേക്ക് കടക്കാം. The officer showed surprising compassion and humanity, protecting and providing for the starving Spillman in the attic instead of betraying him. ഇവിടെ ഈ ഒരു ഓഫീസർ സ്പിൽമാനോട് വളരെ അനുകമ്പയും മനുഷ്യത്വം പ്രകടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, പട്ടിണി കിടക്കുന്ന സ്പിൽമാന് അയാളെ ഒറ്റിക്കൊടുക്കുന്നതിന് പകരം അദ്ദേഹത്തിന് സംരക്ഷിക്കുകയും വേണ്ട ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഡു യു തിങ്ക് ദ ഓഫീസർ ആസ്ക്ഡ് സ്പിൽമാൻ ടു പ്ലേ ദ പിയാനോ? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ആ ഓഫീസർ സ്പിൽമാനോട് പിയാനോ പ്ലേ ചെയ്യാൻ വേണ്ടി പറഞ്ഞതെന്നാണ് ചോദ്യം. ദ ഓഫീസർ ലൈക്ലി ആസ്ക്ഡ് സ്പിൽമാൻ ടു പ്ലേ ദ പിയാനോ ബിക്കോസ് ഇറ്റ് ഓഫേർഡ് എ മൊമെന്റ് ഓഫ് ഹ്യൂമാനിറ്റി ആൻഡ് ബ്യൂട്ടി അമിഡ്സ്റ്റ് ദ ഹൊറേഴ്സ് ഓഫ് വാർ. അപ്പൊ യുദ്ധത്തിന്റെ ആ ഭീകരതകൾക്കിടയിൽ മനുഷ്യത്വത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു നിമിഷം ആ ഒരു പിയാനോ വായിക്കുന്നത് ആ ഒരു ഉദ്യോഗസ്ഥന് സന്തോഷം നൽകുന്നുണ്ടായിരിക്കാം. Perhaps the music reminded him of a different time. മാത്രമല്ല, ആ ഒരു സംഗീതം കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് വായിക്കാൻ പറഞ്ഞത്. ഓർ അല്ലെങ്കിലോ allowed him a brief escape from his role as an officer in the war. അപ്പൊ യുദ്ധത്തിനിടയിൽ ഓഫീസർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ചെറിയൊരു രക്ഷപ്പെടലും ആവാം ഈ ഒരു പിയാനോ വായന. ഇറ്റ് ആൾസോ എസ്റ്റാബ്ലിഷ്ഡ് എ പേഴ്സണൽ കണക്ഷൻ ബിറ്റ്വീൻ ദം. മാത്രമല്ല, ഇത്തരത്തിലൊരു പിയാനോ വായിക്കാൻ പറയുന്നതോട് കൂടിയിട്ട് അവർക്കിടയിൽ ഒരു വ്യക്തിപരമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ കാരണം കൊണ്ടായിരിക്കാം ആ ഒരു ഓഫീസർ ആ സ്പിൽമാനോട് പിയാനോ വായിക്കാൻ പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ വാസ് സ്പിൽമാൻ ഹെസിസ്റ്റന്റ് ടു പ്ലേ ദ പിയാനോ? എന്തുകൊണ്ടാണ് സ്പിൽമാൻ ആ പിയാനോ വായിക്കാൻ മടിക്കുന്നതാണ് ചോദ്യം. ഉത്തരത്തിലേക്ക് നോക്കാം. സ്പിൽമാൻസ് ഫിംഗേഴ്സ് ഷുക്ക് വെൻ ഹി ടച്ച് ദ കീബോർഡ്. അപ്പോ പിയാനോയുടെ കീബോർഡിൽ തൊടുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വിരലുകൾ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്. ഹി ഹാഡ് ഇൻ പ്രാക്ടീസ് ഫോർ 2.5 years. 2.5 വർഷമായിട്ട് അയാൾ ഇതൊന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഹിസ് ഫിംഗേഴ്സ് വേർ സ്റ്റിഫ് ആൻഡ് ഡേർട്ടി. മാത്രമല്ല, അവന്റെ വിരലുകൾ നല്ല കടുപ്പുള്ളതും വൃത്തികെട്ടതുമായിരുന്നു. ആൻഡ് ഹിസ് നെയിൽസ് വേർ ലോങ്. അദ്ദേഹത്തിന്റെ നഖങ്ങളൊക്കെ നീളമുള്ളതായിരുന്നു. ഇതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ആ ഒരു പിയാനോ വായിക്കാൻ മടിച്ചതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ ഓഫീസർ ഹെൽപ്പ് സ്പിൽമാൻ? എങ്ങനെയാണ് ആ ഓഫീസർ സ്പിൽമാനെ സഹായിച്ചതെന്നാണ് ചോദ്യം. The officer helped Spillman by not revealing his presence and instead finding him a better hiding place within the German headquarters. അപ്പോൾ ഈ ഓഫീസർ സ്പിൽമാനെ സഹായിച്ചത് എങ്ങനെയാ വെച്ചാല്, സ്പിൽമാൻ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന കാര്യം മറ്റുള്ള ആളുകളെ അറിയിക്കാതെ അദ്ദേഹത്തിന് വളരെ സുരക്ഷിതമായിട്ട് അവിടെ സേവ് ചെയ്യാണ്. He also provided Spillman with food and blankets. മാത്രമല്ല, അദ്ദേഹത്തിന് ഫുഡും അതുപോലെ പുതപ്പുകളൊക്കെ കൊടുക്കുന്നുണ്ട്. which were essential for his survival during the harsh conditions and his weakened state. അപ്പൊ അവിടെ വളരെ ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ കഴിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഭക്ഷണവും പുതപ്പുകളൊക്കെ നൽകിയിട്ട് ദുഷ്കരമായിട്ട് ഒളിച്ചിരിക്കുന്ന സ്ഥലം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാതെ കൃത്യമായിട്ട് അദ്ദേഹത്തെ സേവ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ആ സ്പിൽമാനോട് ഓഫീസർ ചെയ്യുന്ന സഹായങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഓഫീസർ അഷെയിംഡ് ഓഫ്? അപ്പൊ എന്താണ് ഓഫീസർക്ക് നാണക്കേട് തോന്നിയ കാര്യം എന്നാണ് ചോദ്യം. ദ ഓഫീസർ വാസ് അഷെയിംഡ് ഓഫ് ദ ജർമ്മൻസ് ആർമീസ് ക്രൈംസ് ആൻഡ് ദ അട്രോസിറ്റീസ് ഹി വിറ്റ്നസ് ഇൻ വാർസോ. അപ്പൊ ജർമ്മൻ സൈന്യത്തിന്റെ കുറ്റകൃത്യങ്ങളും വാർസോയില് താൻ കണ്ട ക്രൂരതകളൊക്കെ കണ്ടിട്ട് ആ ഒരു ഉദ്യോഗസ്ഥന് ലജ്ജ തോന്നി, അല്ലെങ്കിൽ വളരെ മോശമായിട്ട് തോന്നി എന്ന് പറയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റോറിയിലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ജസ്റ്റ് ഹാങ് ഓൺ എ ഫ്യൂ മോർ വീക്സ്, ദ വാർ വിൽ ബി ഓവർ ബൈ സ്പ്രിംഗ് അറ്റ് ദ ലേറ്റസ്റ്റ്. കുറച്ച് ആഴ്ചകൾ കൂടി കാത്തിരിക്കൂ, വസന്തകാലത്തോട് യുദ്ധം അവസാനിക്കുന്നു പറയണ. അപ്പൊ ഈ പ്രസ്താവനയിൽ വളരെ അതിശയിപ്പിക്കുന്ന കാര്യങ്ങളായിട്ടുള്ള സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്നാണ് ചോദ്യം. അപ്പൊ ഉത്തരത്തിലേക്ക് നോക്കാം. ഇറ്റ്സ് സർപ്രൈസിംഗ് ബിക്കോസ് ഇറ്റ് റിഫ്ലെക്ട്സ് ദ ഓഫീസേഴ്സ് ഫെയ്ത്ത് ഇൻ ദ എൻഡ് ഓഫ് ദ വാർ ആൻഡ് ഈസ് ഹോപ്പ് ഫോർ സ്പിൽമാൻസ് സർവൈവൽ ഡെസ്പൈറ്റ് ദ കയോട്ടിക് ആൻഡ് ഡെഡ്ലി സിറ്റുവേഷൻ. അപ്പൊ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഓഫീസറുടെ ഒരു ഫെയ്ത്ത് ആണ്, ശുഭാപ്തി വിശ്വാസമാണ്. എന്താണെന്ന് വെച്ചാല് എൻഡ് ഓഫ് ദ വാർ, ഈ യുദ്ധം അവസാനിക്കുന്ന ഒരു വിശ്വാസം ആ ഉദ്യോഗസ്ഥനുണ്ട്. ആൻഡ് ഹിസ് ഹോപ്പ്, അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷയുണ്ട്. എന്താണ്? ഫോർ സ്പിൽമാൻസ് സർവൈവൽ, സ്പിൽമാന്റെ ആ ഒരു അതിജീവനത്തിന് ഒരു പ്രതീക്ഷയുണ്ട്. ഡെസ്പൈറ്റ് ദ കയോട്ടിക് ആൻഡ് ഡെഡ്ലി സിറ്റുവേഷൻ. അപ്പൊ വളരെ കടുപ്പമേറിയിട്ടുള്ള യുദ്ധ സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടും സ്പിൽമാൻ അതിജീവിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ആ ഉദ്യോഗസ്ഥനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു പ്രസ്താവന പറയാനുള്ള കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What does the conversation between the officer and Spillman reveal about the bond between them? അപ്പോൾ ഓഫീസറും സ്പിൽമാനും തമ്മിലുള്ള സംഭാഷണം അവര് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എന്താണ് ഇവിടെ വെളിപ്പെടുത്തുന്നതാണ് ചോദ്യം. Their conversation revealed a bond of unexpected compassion and shared humanity.
അവരുടെ സംഭാഷണങ്ങളിൽ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള വളരെ കാരുണ്യത്തിന്റെയും അവർ പങ്കുവെക്കുന്ന ഒരു മനുഷ്യത്വത്തിന്റെയും ഒരു ബന്ധം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദ ഓഫീസർ ഡിസ്പൈറ്റ് ഹിസ് പൊസിഷൻ ഷോസ് എംപതി ഫോർ സ്പിൽമാൻസ് പ്ലൈറ്റ്, ഓഫറിംഗ് ഹെൽപ്പ് ഇൻസ്റ്റെഡ് ഓഫ് ഹാം. അപ്പൊ താനൊരു ഉദ്യോഗസ്ഥനാണെന്ന് പോലും മറന്നുകൊണ്ട് ആ ഒരു സ്പിൽമാന്റെ ദുരവസ്ഥയോട് സഹാനുഭൂതി കാണിക്കുന്നതും അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നതിന് പകരം അദ്ദേഹത്തെ സഹായിക്കാൻ ശ്രമിക്കുന്നതാണ് അവർ തമ്മിലുള്ള സംഭാഷണത്തിനിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ വാസ് ദർ ലെസ് ആർട്ടിലറി ഫയർ ആഫ്റ്റർ എ ഫ്യൂ വീക്സ്? എന്തുകൊണ്ടാണ് അവിടെ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം വെടിവെപ്പ് കുറയാനുള്ള കാരണം എന്നാണ് ചോദ്യം. ഉത്തരത്തിലേക്ക് നോക്കാം. There was less artillery fire after a few weeks because the front line had moved farther away from the attic. അപ്പോൾ സ്പിൽമാൻ താമസിക്കുന്ന കെട്ടിടത്തിന്റെ തൊട്ടടുത്തായിരുന്നു ഈ സൈനിക വ്യൂഹം ഉണ്ടായിരുന്നത്. അവർ അവിടുന്ന് മാറി ദൂരത്തേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ വെടിവെപ്പ് കുറയാനുള്ള കാരണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡസ് സ്പിൽമാൻ സേ ദാറ്റ് ഹിസ് ഹൈഡിംഗ് പ്ലേസ് വാസ് വെൽ ചോസൺ? എന്തുകൊണ്ടാണ് സ്പിൽമാൻ പറയാനുള്ള കാരണം താൻ ഒളിച്ചിരിക്കുന്ന ആ ഒരു താവളം എന്ന് പറയുന്നത് വളരെ തെരഞ്ഞെടുക്കപ്പെട്ട ഒന്നാണ് പറയാനുള്ള കാരണം എന്താണെന്നാണ് ചോദ്യം. ഉത്തരത്തിലേക്ക് നോക്കാം. സ്പിൽമാൻ ഫെൽറ്റ് ഹിസ് ഹൈഡിംഗ് സ്പോട്ട് വാസ് ഗുഡ് ബിക്കോസ് ഈവൻ സോൾജേഴ്സ് കുഡിൻ ഈസിലി ഫൈൻഡ് ഹിം ദർ. അതായത് സ്പിൽമാൻ തന്റെ ഹൈഡിംഗ് സ്പോട്ട് വളരെ ഗുഡായിട്ട് വിചാരിക്കുന്നുണ്ട്, നല്ലതായിട്ട് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഈ പട്ടാളക്കാർക്ക് പെട്ടെന്ന് ഇയാളെ കണ്ടെത്താൻ പറ്റുന്നില്ല. അത്തരത്തിലുള്ള ഒരു ഒളിത്താവളത്തിലാണ് സ്പിൽമാനെ ജർമ്മൻ ഉദ്യോഗസ്ഥൻ താമസിപ്പിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു തിങ്ക് ഓഫ് സ്പിൽമാൻസ് അഡ്വൈസ് ടു ദ ജർമ്മൻ ഓഫീസർ? ഇപ്പൊ ജർമ്മൻ ഓഫീസറോട് സ്പിൽമാനോടുള്ള അഡ്വൈസ് എന്തായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം നോക്കാം. His heartfelt and sincere desire was to repay the officer's kindness, showing his gratitude if he ever had the chance. തനിക്കൊരു അവസരം ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ സേവ് ചെയ്തിട്ടുള്ള ഈ ഒരു ജർമ്മൻ ഉദ്യോഗസ്ഥന് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തണം എന്നാണ് സ്പിൽമാന്റെ ആഗ്രഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് സൗണ്ട്സ് ഡിഡ് സ്പിൽമാൻ ഹിയർ ഫ്രം ദ ആറ്റിക്? ഏതൊക്കെ തരത്തിലുള്ള ശബ്ദങ്ങളാണ് സ്പിൽമാൻ ആ ഒരു ചെറിയ റൂമിനകത്ത്, ആറ്റിക് റൂമിനകത്ത് ഇരിക്കുന്ന സമയത്ത് കേട്ടിരുന്നതാണ് ചോദ്യം. ഉത്തരത്തിലേക്ക് നോക്കാം. ഹി ഹേർഡ് റാറ്റ്സ് ആൻഡ് മൈസ്. അദ്ദേഹം കുറെ എലികളുടെ ശബ്ദങ്ങൾ കേട്ടിരുന്നു. ദ വിൻഡ്, കാറ്റിന്റെ ശബ്ദം കേട്ടിരുന്നു. ആൻഡ് ലേറ്റർ ആർട്ടിലറി ഫയർ, പിന്നീട് വെടിവെപ്പിന്റെ ശബ്ദം കേട്ടിരുന്നു. ആൻഡ് വോയിസസ് ഓഫ് സോൾജേഴ്സ് ആൻഡ് സിവിലിയൻസ്, പിന്നെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ പട്ടാളക്കാരുടെ ശബ്ദങ്ങളൊക്കെ ആ റൂമിലിരുന്ന് അദ്ദേഹം കേട്ടിരുന്നു എന്ന് പറയണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡസ് സ്പിൽമാൻ സേ ദാറ്റ് ഹി ഹാഡ് ടു ബി അലോൺ ഇഫ് ഹി വാണ്ടഡ് ടു ലിവ്? ജീവിക്കണമെങ്കിൽ തനിച്ചായിരിക്കണമെന്ന് സ്പിൽമാൻ പറയുന്നത് എന്തുകൊണ്ടെന്നാണ് ചോദ്യം. Because staying completely hidden and avoiding all contact was the only way to survive. അതായത് പട്ടാളക്കാര് ജൂതന്മാരെ കണ്ടു കഴിഞ്ഞാൽ കൊന്നൊടുക്കും. അതുകൊണ്ട് തന്നെ ജൂതന്മാർ ഓരോ സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒളിച്ചിരിക്കുന്ന സമയത്ത് പലതരത്തിൽപ്പെട്ട ആളുകൾ കോണ്ടാക്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കോണ്ടാക്റ്റുകൾ ഒഴിവാക്കുകയാണെങ്കിൽ, അവോയ്ഡിങ് ഓൾ കോണ്ടാക്ട്, എല്ലാ കോണ്ടാക്റ്റുകളും ഒഴിവാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സ്പിൽമാൻ അതിജീവിക്കണമെങ്കിൽ ഒറ്റയ്ക്കായിരിക്കണം എന്ന് പറയാനുള്ള കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വേർ ദ റേഡിയോ അനൗൺസ്മെന്റ്സ് അബൌട്ട്? റേഡിയോ അനൗൺസ്മെന്റ് എന്തിനെ പറ്റിയായിരുന്നു എന്നാണ് ചോദ്യം. ദ അനൗൺസ്മെന്റ്സ് വേർ അബൌട്ട് ദ ഡിഫീറ്റ് ഓഫ് ജർമ്മനി ആൻഡ് ദ ലിബറേഷൻ ഓഫ് വാർസോ. ജർമ്മനിയുടെ പരാജയത്തെ പറ്റിയിട്ടും വാർസോയുടെ വിമോചനത്തെ പറ്റിയിട്ടാണ് റേഡിയോയിലൂടെ അനൗൺസ്മെന്റ് പറഞ്ഞിരുന്നതാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് സ്പിൽമാൻ സർവൈവ് ദ ഫ്രീസിംഗ് കോൾഡ്? എങ്ങനെയാണ് സ്പിൽമാൻ തണുപ്പിനെ അതിജീവിച്ചിരുന്നതാണ് ചോദ്യം. ഉത്തരത്തിലേക്ക് നോക്കാം. The German officer gave him a warm military overcoat and an eider down to protect him from the cold. അപ്പൊ ജർമ്മൻ ഉദ്യോഗസ്ഥൻ സ്പിൽമാന് ഒരു ചൂടുള്ള ഒരു സൈനിക ഓവർകോട്ടും തണുപ്പിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് ഒരു മെത്തയും നൽകിയെന്നാ പറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇൻഫർമേഷൻ ഡിഡ് സ്പിൽമാൻ ഹോപ്പ് ടു ഗാദർ? എന്ത് വിവരമാണ് സ്പിൽമാന് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നതാണ് ചോദ്യം. ഹി വാണ്ടഡ് ടു നോ വെദർ ദ വാർ ഹാഡ് ട്രൂലി എൻഡഡ്. അതായത് യുദ്ധം ശരിക്കും അവസാനിച്ചിരുന്നു എന്നാണ് ഒരു ഇൻഫർമേഷൻ അറിയേണ്ടത്. പിന്നെയോ ആൻഡ് വെദർ ഇറ്റ് വാസ് സേഫ് ടു കം ഔട്ട് ഓഫ് ഹൈഡിങ്. അപ്പൊ താൻ ഒളിച്ചിരിക്കുന്നതിൽ നിന്ന് മാറിയിട്ട് സുരക്ഷിതമായിട്ട് പുറത്തിറങ്ങാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യം കൂടി സ്പിൽമാനെ അറിയേണ്ടതായിട്ടുണ്ടായിരുന്നു. വൈ ഡസ് ദ വുമൺ ക്രൈ ഔട്ട് വെൻ ഷീ സീസ് സ്പിൽമാൻ? സ്പിൽമാനെ കണ്ട സമയത്ത് എന്തുകൊണ്ടാണ് സ്ത്രീ കരയാനുള്ള കാരണം എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. ബിക്കോസ് ഷീ മിസ്റ്റേക്സ് ഹിം ഫോർ എ ജർമ്മൻ സോൾജർ ഡ്യൂ ടു ഹിസ് കോട്ട് ആൻഡ് ഈസ് ഫ്രൈറ്റൻഡ്. അതായത് ജർമ്മൻകാരുടെ ഒരു കോട്ട് ധരിച്ചിട്ടാണ് സ്പിൽമാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. അത് കാണുമ്പോൾ അദ്ദേഹം ഒരു ജർമ്മൻ ഉദ്യോഗസ്ഥനാണെന്ന് പേടിച്ചുകൊണ്ടാണ് ആ സ്ത്രീ കരയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ അബ്സേർഡ് സിറ്റുവേഷൻ സ്പിൽമാൻ ഫൗണ്ട് ഹിംസെൽഫ് ഇൻ? സ്പിൽമാൻ ഹൈഡിംഗ് ഇൻ ദ വാർസോ റിസ്ക്ഡ് ബീയിങ് കിൽഡ് ബൈ പോളിഷ് സോൾജേഴ്സ്, ഹിസ് ഓൺ കൺട്രിമെൻ, ബിക്കോസ് ദേ ട്രാജിക്കലി മിസ്റ്റോok ഹിം ഫോർ എ ജർമ്മൻ എനിമി. അപ്പോൾ വാർസോയിൽ ഒളിച്ചിരിക്കുന്ന സ്പിൽമാൻ പുറത്തിറങ്ങുന്ന സമയത്ത് അദ്ദേഹം ധരിച്ചിരിക്കുന്നത് ജർമ്മൻ ഉദ്യോഗസ്ഥന്റെ കോട്ടാണ്. അപ്പൊ അദ്ദേഹം ഒരു ജർമ്മൻകാരനാണ് തെറ്റിദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലാൻ സാധ്യത ഉണ്ടെന്ന് പറയണം. അതാണ് ഇവിടെ ഒരു അബ്സേർഡ് സിറ്റുവേഷൻ ആയിട്ട് തോന്നാൻ കാരണം എന്ന് പറയണം.